അഴകുള്ള താജ്മഹൽ മണ്ണിൽ ഉയർന്നതിലുണ്ടൊരു പ്രേമം. അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത. ഇന്നെന്ന ആൾക്കാർക്ക് ഇത് പാടുള്ളൂ എന്ന് തിട്ടം കിട്ടിയ പോലത്തെ നമ്മളെ കണ്ണിന് കാണാത്ത ഒരു മതിൽക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളി മണിക്കൊരു സണിഞ്ഞ പെണ്ണേ, വെണ്ണിലാവും മോഹിക്കും നിന്നെ. സുന്ദരി നീ വന്നു ഗസലാ. ഭാര്യ ഈ പറഞ്ഞ പോലെ പ്രണയത്തകർച്ച നേരിട്ട് ഒരു ദേവദാസ് മൂഡിലേക്ക് ആയിപ്പോവും എന്ന് സംശയിച്ച എന്നെ അക്ഷരാർത്ഥത്തിൽ കംപ്ലീറ്റ് വേറൊരു വ്യക്തിയാക്കി മാറ്റി. ഇത്രയും പറഞ്ഞു വന്നാൽ ആ പാട്ട് ഉണ്ടായതിന്റെ ഡെപ്ത് മനസ്സിലാവും. ദിൽ കെ അന്ദർ തൂ ഹേ നാ, സാമനെ ഭീ തൂ ഹേ നാ, ആँख में भी तू है फातिमा. അപ്പൊ എൻ്റെ ഉമ്മ ആന്ധ്രക്കാരിയാണ്. ഉപ്പാപ്പ അവിടെ കല്യാണം കഴിച്ച് അതിൽ ജനിച്ചിട്ടുള്ളതാണ് എൻ്റെ ഉമ്മ. ഉമ്മാന്റെ ബാക്കി സഹോദരങ്ങളൊക്കെ അവിടെ തന്നെ. അവർക്ക് മലയാളം ഒന്നും അറിയില്ല. ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കുവോ അല്ലെങ്കിൽ നമ്മളെ തള്ളുക എന്ന് പറയുമോ എനിക്കറിയില്ല. ഒരു കോള് നമ്മൾ ഒരു മിനിറ്റ് വിളിക്കുകയാണെങ്കിൽ ആ ഒരു മിനിറ്റിന്റെ അകത്ത് വന്ന വെയിറ്റിംഗ് കോളുകളുടെ എണ്ണം എന്നുണ്ട്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. പൊതുവേ പറയുന്നുണ്ട് ഈ സൂഫികളെ കുളിക്കാതെ നടക്കാതെ നടക്കുന്നു, കഞ്ചാവാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്തറിഞ്ഞിട്ടായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സൂഫീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ ഇത്രയും പേര് പിടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ തരം ആളുകളും സമ്മേളിച്ച സ്ഥലമാണ്. സ്കൂൾ പഠിക്കുന്ന കാലത്തെ എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ പ്രജീഷും സുനിയും ഒക്കെ എൻ്റെ കൂടെ വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ അവരെ വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടാൽ അത് വിഡിത്തായിട്ടല്ലാണ്ട് എനിക്കിത് നന്മയായിട്ട് എങ്ങനെ തോന്നുക? ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരെ കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ കൊണ്ടും പ്രയാസങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളത് മാത്രമാണ് ശരി എന്ന് ചാട്യം പിടിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കൊല്ലം ഷാഫിയാണ് നമുക്കപ്പോൾ. ഹായ്. എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തൊരു പൂങ്കരളയുള്ളത് അന്ന് ഷാഫി പാടിയിട്ട് പോയത് ഞങ്ങൾ ഇന്നും പലരോടും പല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തമാശയ്ക്ക് നമ്മളിടയ്ക്ക് പറയാറുള്ള പാട്ടുകളിലൊന്നാണ്. സ്നേഹമുള്ള, ഭയങ്കര രസമുള്ള, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വരികളാണ് എഴുതി വച്ചിരുന്നത്. ഒരുപക്ഷെ ആ റിലേറ്റിവിറ്റിയാണ് സാധാരണക്കാരെ കൊണ്ട് ഇത് ആവർത്തിച്ച് പാടിപ്പിക്കുകയും ഇപ്പോഴും നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയല്ലേ അതിനെ മനസ്സിലാക്കിയെടുത്തത്? ആ പാട്ട് ഉണ്ടായതിനെ കുറിച്ച് അത് റിലീസായി കുറച്ച് ഒരു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂ, 2006 കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, ഞാൻ തറവാട്ടിൻ്റെ എന്താ പറയുക നമ്മളെ നാട്ടിൽ ഇരുത്തി എന്ന് പറയും, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴ ഇങ്ങനെ മണ്ണിലേക്ക് പുതുമഴ പെയ്തിട്ടേ അതിൻ്റെ മണ്ണിൻ്റെ ഒരു സ്മെല്ല് കിട്ടാണ്ടല്ലോ. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന മണ്ണ് ഇതിനെ സ്പർശിക്കുമ്പോൾ കാത്തിരുന്നിട്ട് വേനൽ കഴിഞ്ഞിട്ട് കിട്ടുന്ന മഴയിൽ കാത്തിരുന്നിട്ട് കിട്ടുന്ന അവരൊരു സംഗമമുണ്ടല്ലോ, അന്നേരം ഉണ്ടാകുന്ന ഒരു ആനന്ദം, അത് മൊത്തം ചെടികളും മറ്റു പുഷ്പലതാദികളെല്ലാം തന്നെ അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, പ്രകൃതി മൊത്തം. അപ്പോൾ മണ്ണും മഴയും പ്രേമിക്കുന്നേരം കാറ്റും മരവും കെട്ടിപ്പുണരും, കൂവും കുയിലും കൂട്ടിന് തേടുമ്പോൾ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന് മാത്രമല്ല ജീവജാലങ്ങളെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു വികാരം പ്രണയമാണ്. ബാക്കി എല്ലാം ചില ജീവികൾക്ക് മാത്രമേ ഉള്ളത്, ചില ജീവികൾക്ക് ഇല്ലാത്തത്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത സാധനം. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞ വികാരം പ്രപഞ്ചത്തിൽ കണ്ണിന് കാണാത്തതുമായ സർവ്വ ജീവജാലങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ വിശ്വാസം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു നമ്മളെ ജലാലാണ് എൻ്റെ അടുത്ത് ഈ ട്യൂണിലത് എഴുതണം എന്ന് പറയുന്നത്. കാരണം ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ നമ്മളെ ഒരു ഫോക്ക് സെക്ഷനിൽപ്പെട്ട ഈ കരിന്തലക്കൂട്ടൻ ടീമൊക്കെ പാടി നടന്ന നാടൻ പാട്ടുകളിൽപ്പെട്ട ട്യൂണാണ്. അതിൽ പിന്നീട് ഭക്തിഗാനം ഓൾറെഡി ഭക്തിഗാനം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അത് പ്രണയഗാനം അതിൽ വിജയിക്കുമോ എന്നുള്ള സംശയത്തിൻ്റെ ഇടയിലാണ് നാദർശക്കയുടെ ദേമാവിൽ കൊമ്പത്തിലാണെന്ന് തോന്നുന്നു ഹാൻസ് ഉണ്ടോ രാമ, മധുണ്ടോ പ്രേമ, പാൻപരാഗുണ്ടോ ആസാരോ, ഈ ലഹരിക്കെതിരെ അന്ന് ഉണ്ടായ പാട്ടുകളാണ്. അപ്പോൾ കോമഡി വൽക്കരിച്ച് ഈ ട്യൂണിൽ പാട്ട് വന്നിട്ട് പോലും ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, സ്വീകാര്യത ആ ട്യൂണിനാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നാടൻ തനിമയുള്ള മണ്ണിൻ്റെ മണമുള്ള അധ്വാനിച്ച ജനവിഭാഗം പാടിയ ട്യൂണായതുകൊണ്ട് അത് പെട്ടെന്ന് ക്യാച്ചിയാവും, ആൾക്കാരെ മൈൻഡിലേക്ക് പെട്ടെന്ന് സെറ്റാകുന്ന ഒരു ട്യൂണ്, പിന്നെ ഏറ്റു പാടിപ്പോവും. അപ്പോൾ ജലാൽ പറഞ്ഞ ഐഡിയ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ജഗന്തേട്ടൻ, ശശിയേട്ടനൊക്കെ ആയിട്ട് കൂടിയിരുന്ന് ആലോചിക്കുന്നത്. ശശികൃഷ്ണയാണ് അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിലും കുറേയൊക്കെ വ്യത്യസ്തത കൊണ്ടുവന്നു. വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ലിയോൺ കെ തോമസ്
മില്ലേനിയത്തിലൂടെ പുറത്തിറങ്ങി. അപ്പം എല്ലാം നല്ല ചേരുവകളായിരുന്നു. അപ്പോൾ ആൾക്കാർ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത്? 19 വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന രസമല്ലേ കേൾക്കാൻ. പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കിയതിൻ്റെ വിശേഷം. അഴകുള്ള താജ്മഹൽ മണ്ണിൽ ഉയർന്നതിലുണ്ടൊരു പ്രേമം, അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത കൊടുത്ത പ്രേമം, പെണ്ണെ എൻ്റെ ഉള്ളിലെ സ്നേഹം അറിയുന്നില്ലേ, ഇത്ര കാലമായിട്ടും ഇത്തിരി കാരുണ്യം തോന്നുന്നില്ലേ, മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും, കൂവും കുയിലും കൂട്ടിന് തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ, പൂങ്കാവനമില്ല പൂത്ത പണമില്ല ചുറ്റിക്കറങ്ങുവാൻ വാഹനമൊന്നില്ല, താമരച്ചേരുള്ള സുന്ദരി പെണ്ണെ നീ ഓമന തിങ്കളായി ചേരുമോ മാറത്ത്, പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ കതിരിട്ട പ്രേമം, മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. ഇപ്പുറത്ത് നേരെ തിരിച്ച് പ്രേമിച്ചോരെല്ലാം നാശത്തിലാണേ, പ്രേമം വിഷക്കനിയാണേ, മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിയിടും തീയാണേ. അതായത് ഈ പ്രേമക്കടൽ നീന്തി പെടാപ്പാട് പെട്ട് ഒരു വിധേന അക്കരെ ഇക്കരെ എല്ലാതൊക്കെ പിണഞ്ഞ് കിടക്കുന്ന കുറഞ്ഞ പാർട്ടീസ് എപ്പോഴും നമ്മൾ പ്രേമിക്കാൻ ഒരുങ്ങുമ്പോടാ നോക്കിയേ നിന്റെ അനുഭവം നിനക്ക് വരണ്ട, എനിക്ക് തേപ്പ് കിട്ടിയാണ്, എനിക്ക് പണി കിട്ടിയാണ്. അതാണ് ഷാഫിക്ക് ഒരു പണി കിട്ടിയിട്ടില്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു സാധനം നമ്മളുള്ളിൽ തന്നെ ഉണ്ട്, ആ കാറ്റഗറി ആൾക്കാരും. അപ്പൊ അങ്ങനെ ഒരു ടീം ഇവിടെ നിന്ന് ഉപദേശിക്കാനും ഉണ്ടാവട്ടെ. അതേ സ്ഥാനത്ത് അതല്ല ഞങ്ങൾ ഇങ്ങനെയാണ് പ്രേമം എന്ന് പാലാണ് ഇതേയാണെന്നൊക്കെ പറയാനും ഒരു ടീം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒരു പാട്ടിനകത്ത് തന്നെ എഴുതിയെന്നുള്ളൂ. ഇപ്പം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം, മഴ പെയ്യുന്നതിനെക്കുറിച്ച് ശ്രീമാരൻ തമ്പി സാർ എഴുതിയതാണ്. ഇത് വേറൊരു കാറ്റഗറി ഓഫ് ഓഡിയൻസിനെ ആകർഷിച്ചപ്പോൾ നിങ്ങളുടെ പാട്ടുകളെന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരും ഈ തൊഴിലാളികളെന്ന് പറയുന്ന എല്ലാവരും പാടി നടക്കുകയും അവർ ആവർത്തിച്ച് പാടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് കൽബാണ് ഫാത്തിമയ്ക്ക് ശേഷം ഒരു ഭയങ്കര ഒരു ഈ വ്യവസായത്തിനൊരു സാധ്യത കൂടി വന്നൊരു ടൈമാണ്. ഇപ്പോൾ ദിൽഹെ ഫാത്തിമയൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞു, ഈ വ്യവസായം ഇങ്ങനെ തരത്തിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ഈസ്റ്റ് കോസ്റ്റ് ബാലഭാസ്കർ ആ ടൈമിന് ശേഷം നിങ്ങൾ കൂടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു സാധ്യത എല്ലാവരും കണ്ടെത്തുന്ന, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? വ്യവസായത്തിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യസന്ധമായ കാര്യം എന്താ പറഞ്ഞാൽ, ഒരു വിഭാഗം ആളുകൾക്കേ സാധിക്കുള്ളൂ, അല്ലെ ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പാട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ, അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ആൾക്കാർക്കേ ഇത് പാടുള്ളൂ എന്ന് തിട്ടം കിട്ടിയ പോലത്തെ നമ്മളെ കണ്ണിന് കാണാത്ത ഒരു മതിൽക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു സത്യമാണ്. ആ മതിൽക്കെട്ടിനെയാണ് കൽബാണ് ഫാത്തിമ എന്ന് പറയുന്ന സംഭവത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ താജുക്ക പൊളിച്ച് കാണിച്ചത്.